ഹേ സോൾസ് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇറ്റ്സ് ബൈ യുവർ ഡെസ്റ്റിനി. സോ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയം എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഉള്ളത് എന്നാണ്. സോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ, സീ ദിയർ നെയിം 3 times. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം. മേ ബി നിങ്ങളിപ്പം 2 or 3 months ആയിട്ടുണ്ടായിരിക്കത്തുള്ളൂ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഈ ഒരു പേഴ്സണെ മനസ്സിൽ കൊണ്ടു നടന്ന് ഒരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു ഫോക്കസ് കാര്യങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ലാതെ ഈ ഒരു പേഴ്സണെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നിങ്ങൾ മറന്ന് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് വഴി ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒന്നും മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ അതിലെല്ലാം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. സോ അത് സ്വാഭാവികമാണ്. നിങ്ങളെ ഒരുപാട് ഈ ഒരു വ്യക്തിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സമയമായപ്പം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയപ്പം നിങ്ങൾക്കുണ്ടായ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ ഇപ്പോഴാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ക്ഷമ പറയണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം. നിങ്ങളിപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ഒരു ഡിവോഴ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ആരുടെയും അടുത്ത് നിന്നും ഒരു സപ്പോർട്ടും കിട്ടാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അവര് എന്തുകൊണ്ടോ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കാരണം അവർക്കറിയാം നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളുടെ റെസ്പോണ്ട് എന്തായിരിക്കും, നിങ്ങൾ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക, എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിന് നല്ല രീതിക്ക് അറിയാം. കാരണം നിങ്ങളെ അത്രയ്ക്കും ഹേർട്ട് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ തിരികെ വന്നിട്ട് നമുക്ക് വീണ്ടും പഴയതുപോലെ ആകാം എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. നിങ്ങൾ തന്നെ വിചാരിക്കും, ഇനിയോ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോയ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അന്ന് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, നിങ്ങളുടെ ആ ഒരു വിഷമോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോയിരുന്ന ആ ഒരു വ്യക്തി ഇപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്ന് നിങ്ങൾ എന്തോരം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വിഷമിച്ചിരുന്നു. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അന്ന് നിങ്ങളെ മനസ്സിലാക്കിയില്ല എങ്കിലും ഈ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട്. സോ ആ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നാണ് ആ ഒരു കാര്യം, ആ ഒരു പ്രശ്നം വന്നത്. നിങ്ങൾക്കിടയിൽ ഈ ഒരു സിറ്റുവേഷൻ വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ആ ഒരു പേഴ്സൺ ആണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതിൽ ഈ ഒരു വ്യക്തി വളരെയധികം റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് നിങ്ങൾ ഒട്ടും സ്വപ്നത്തിൽ പോലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറയുമ്പം നിങ്ങൾക്ക് ആ ഉണ്ടായ ഒരു വിഷമം ഇപ്പോഴാണ് ഈ ഒരു പേഴ്സണ് മനസ്സിലാവുന്നത്. നിങ്ങൾ മേ ബി നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും മറന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന, നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു സമയം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങള് എല്ലാം ഇപ്പം ഈ ഒരു പേഴ്സൺ അതെല്ലാം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങളുമായിട്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവാന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തൊരു മിസ്സിംഗ് ഫീൽ വരികയും ഇപ്പം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും
ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളില്ലാതെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ഈ ഒരു പേഴ്സൺ അറിയില്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലെസൺസ് ആ ഒരു ടൈമിൽ പഠിച്ചു. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആ ഒരു സമയം തൊട്ടുള്ള ഈ ഒരു സമയം വരെ ഈ ഒരു വ്യക്തി ഒരുപാട് ലെസൺസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പഠിച്ചു. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നത്. ഓക്കെ. ആ ഒരു പേഴ്സൺ ഇപ്പം ആ ഒരു കാര്യങ്ങളിലെല്ലാം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? ഓക്കെ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഉണ്ടോ? അതോ നിങ്ങളെ ഇത്രയും വിഷമിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സണെ മറന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ? മേ ബി നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ അത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പം നിങ്ങൾ മേ ബി ആ ഒരു ദേഷ്യത്തിന് ഈ ഒരു പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളും അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത പോലെ തന്നെ മേ ബി നിങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഇപ്പൊ എന്താണ്, ദേഷ്യമാണോ, നിങ്ങളുടെ റിയാക്ഷൻ എന്താണ് ഈ ഒരു പേഴ്സൺ ഇന്ന് തിരികെ വന്നാൽ? സോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഓക്കെ. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇവർ നിങ്ങളുടെ ഇടയിൽ വന്നപ്പം ഇല്ല, നിങ്ങളെ ഡിസ്റ്റൻസിലാക്കിയപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പഠിച്ചു. ഓക്കെ. നിങ്ങൾ ആരായിരുന്നു ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ? നിങ്ങളായിരുന്നു ബെറ്റർ പേഴ്സൺ. വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു. വേറൊരു പേഴ്സൺ വന്നപ്പം നിങ്ങളെക്കാട്ടിലും ബെറ്റർ പേഴ്സൺ അവരാണെന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോയത് എന്റെ തെറ്റായി പോയി എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അരികിലേക്ക് ഈ ഒരു പേഴ്സൺ വീണ്ടും വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. ഒരു പഴയ ഒരു ട്രസ്റ്റും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരത്തെ ഈ ഒരു പേഴ്സണിന് കൊടുത്തിരുന്ന ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഒന്നും ഈ ഒരു പേഴ്സൺ ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യം കിടപ്പുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങളുടെ മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. ഓക്കെ. സ്റ്റിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങൾ മേ ബി ഇപ്പോഴായിരിക്കാം ഒന്ന് ഓക്കെ ആയി വന്നത്, ഓവർകം ചെയ്തത് നിങ്ങൾ ഇപ്പോഴായിരിക്കാം. ഓക്കെ. ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ അവിടെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവിടെയും സ്റ്റക്കായിട്ട് നിൽക്കാണ്. ഓക്കെ. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെയും സ്റ്റക്കായിട്ട് നിൽക്കാണ്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ മേ ബി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ കെയർ ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഒരു സൈൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഒരുപാട് ഹാപ്പി ആയിരുന്നേനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരിക്കില്ല. സോ ആദ്യത്തെ ആ ഒരു ഫീലിങ്സും ആ ഒരു കമ്മ്യൂണിക്കേഷനും ഒന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ. കുറച്ചൊരു ടൈം ആയപ്പം ഈ ഒരു പേഴ്സണിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി. ആ ഒരു ടൈം തൊട്ടേ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമിച്ചു. നിങ്ങൾക്ക് ആരോട് പറയണം എന്നറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയത്. ഓക്കെ. ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ അപ്പുറത്തെ സൈഡിൽ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണിന് സാധിച്ചില്ല. ഇപ്പം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കുവോ, ഇനി ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവുമോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സെയിം ടൈം ഈ ഒരു സെയിം റീഡിംഗ് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് MA ഓർ CJ ഈ ഒരു ലെറ്റേഴ്സിലായിരിക്കാം. സോ എല്ലാവർക്കും ഇത് റിസണേറ്റ് ആവണം എന്നില്ല. ഓക്കെ. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നോട് അങ്ങനെ ചെയ്തത് എന്നായിരിക്കാം. ഓക്കെ. ആ ഒരു ടൈമിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ട് എന്തിനാണ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കാം. ഓക്കെ. മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നമ്പേഴ്സ് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 11 ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 9 ആയിരിക്കാം, 8 ആയിരിക്കാം, 28 ആയിരിക്കാം, 25 ഓർ 4 ആയിരിക്കാം. ഈ ഒരു നമ്പേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. തീർച്ചയായും ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടും അതെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിലും ചാൻസ് കൂടുതൽ മേ ബി ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ നിങ്ങൾ അറിയാതെ അവരുടെ ഫോണിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. സോ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കണക്ഷനെ പറ്റി ചിന്തിക്കുന്നത് ഇതാണ്. നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് അതെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗോഡ് ബ്ലസ് യു. താങ്ക് യു യൂണിവേഴ്സ്.